മോളെ ചായയും കടി കഴിക്കണെന്നുണ്ടെങ്കിൽ അവനക്ക് വേണം കൊണ്ടുകൊടുത്താ അവൻ കടയിൽ പോവാൻ നിക്കാണല്ല. ഞാൻ കൊണ്ടുകൊടുക്കണില്ലമ്മ, നിങ്ങള് കൊണ്ടുകൊടുത്തോളി. നിങ്ങക്ക് അറിയില്ലേ ഇക്കപ്പോ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കൊണ്ടുകൊടുക്കണൊന്നും തിന്നലില്ലാന്ന്. നിങ്ങള് കൊണ്ടുകൊടുത്താ മതി. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ രണ്ടാളും കൂടി ഒന്നും മുണ്ടാതെ തട്ടിങ്ങാണ്ട് പോയാലടക്കം നിങ്ങൾ മുണ്ടണില്ലല്ലോ. എന്താണ് കാര്യം? എന്താണ്? ഇക്കറിയില്ലമ്മ എന്താ ഇങ്ങനെയെന്നൊന്നും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ. നിങ്ങക്കറിയില്ലേ ഏത് നേരം ഇന്നെ ചീത്ത പറഞ്ഞുങ്ങാണ്ട് ഇന്നെ കുറ്റം പറഞ്ഞുങ്ങാണ്ടല്ലേ ഇക്ക നടക്കുന്നത്. എന്ത് തെറ്റാ ഞാൻ ചെയ്തിക്കുന്നുള്ളത് എനിക്കറിയില്ലമ്മ. നിങ്ങൾ എന്തായാലും ഞാൻ എടുത്തുതരാം, നിങ്ങൾ കൊണ്ടുകൊടുക്കി. എന്റെ പടച്ചോനെ, ഈ പേരന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മായിമ്മ പോരോ അല്ലെങ്കിൽ ഒരു നാത്തും പോരോ ഒന്നുമില്ല. നല്ലപോലെ പോണ ഒരു പേരയായിരുന്നു. ഇപ്പൊ എന്താണ് ഇതിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? ഓൻ അന്നം വള്ളും ഇല്ലാതെ 1.5 മാസമായി ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും നല്ലപോലെ തിന്നണമില്ല, കുടിക്കണമില്ല, ഒന്നുമില്ല. നേരെ വൈകിട്ട് പേരന്റെ ഉള്ളിൽ തന്നെ കേറി വരുന്നത്. ഞാൻ ഒന്നും ഓരോട് മുണ്ടാതെ നിക്കണ എന്തുകൊണ്ടാന്നറിയോ? വെറുതെ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോ എന്താ നിങ്ങൾക്ക് രണ്ടാക്കും പറ്റിയിരിക്കണെന്നുള്ളതൊന്ന് അറിഞ്ഞാലല്ലേ ഉള്ളൂ. ഇത് ഇങ്ങോട്ട് എടുത്തു കാട്ട്, ഞാൻ കൊണ്ടുകൊടുത്തോളാം. അവിടെ ഞാൻ കൊണ്ടുവച്ചു കൊടുത്തോളാം എന്റെ മുന്നിക്ക്. ഇനിയിപ്പൊ അതിനൊരു പ്രശ്നം വേണ്ട. എന്താ ഇക്കാക്ക് പറ്റിയത്? ഇപ്പൊ 1 മാസത്തോളായിട്ട് ഇക്ക എന്നോട് സംസാരിക്കണില്ല, ഒന്നുമില്ല. ഞാൻ എന്തേലും ഉണ്ടാക്കി കൊടുത്താൽ പോലും തിന്നണില്ല. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? കുട്ടികളോട് പോലും ഒന്നും സംസാരിക്കണില്ലല്ലോ. എന്താണ് ഇജ്ജ് തിന്നാതെ ഇങ്ങനെ ഇരിക്കണ മുന്നിൽ വെച്ചാണ്ട്? ആരമ്മ ഉണ്ടാക്കിയത്? അന്റെ പെണ്ണുങ്ങൾ തന്നെ ഉണ്ടാക്കിക്കണ്. എന്താണ്? ഞാൻ കൊടുന്നു വെച്ചുന്നുള്ളൂ. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഞങ്ങളോട് ആരത് പറഞ്ഞത്? ഓള് പറഞ്ഞല്ലോ എന്നോട് ഇജ്ജൊന്നും മുണ്ടണില്ല, ഞാൻ ഒന്നും കൊടുത്താൽ തിന്നണില്ല എന്നൊക്കെ. എന്താ സംഭവം? എന്താണ്? അനക്കെന്താ ഓള് വെച്ചുണ്ടാക്കിയൊന്നും പറ്റൂലേ? ഇക്ക് വേണ്ട ഓള് ഉണ്ടാക്കിയത്. തൊള്ളേക്കണ്ട് വെക്കാൻ പറ്റൂല. ഒരു രസവും ഇല്ലാത്ത ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാണ്. സെമീറ ഏടി? എന്തൊക്ക? തടി എനക്കറിയില്ലേ ഞാൻ എന്തിനാ വിളിക്കണെന്നുള്ളത്? ഈ ജിമ്മാനോട് ഓരോന്ന് ഇല്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കി കൊടുത്തിക്കണില്ലേ? ഇക്ക് വേണ്ട നീ പെരന്റെ ഉള്ളുന്ന ഒരു മുതലും ജിന്നെ അടുത്ത് തിന്നോളുണ്ട്. ഇജി എന്തിനാണ് ആ പെണ്ണിനെ ചീത്ത പറയുന്നത്? അനക്ക് എന്താണ്? അനക്ക് എന്താ പറ്റിയിരിക്കണത്? ഇക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. ഇക്ക് കടയത്തെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ടെൻഷനാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇഞ്ഞിമ്മാന്റെ കുട്ടിക്ക് പച്ചവെള്ളം ഞാൻ കൊടുന്നു തരൂല. നിജി എങ്ങനാച്ച തിന്നും കുടിച്ചും ചെയ്തോ. ബേജാറായിട്ട് ആ മനസ്സ് ഓരോന്നും ചെയ്തു തരുന്നത്. അപ്പൊ അനക്ക് അത് കുടിക്കാനുള്ള നേരമില്ല. ആ പെണ്ണ് നേരം വെളുത്താണ്ട് അടുക്കളയിൽ കയറിയത് ചായയും കടി ഉണ്ടാക്കാൻ. അത് ഉണ്ടാക്കിയത് അനക്ക് കുടിക്കാൻ വെച്ച. ഇജി എങ്ങനാച്ച നടന്ന ഒരു കുഴപ്പമില്ല. എന്നോടൊക്കെ ഇതിനല്ലാതെ വേറെ എന്തെന്നാ ഞാൻ പറയാ? ഇക്കൊന്നും വേണ്ട. മോളെ, എന്താണ് മോളെ ഇങ്ങനെ ആലോചിച്ചിരിക്കണത്? ഇതെന്തേലും കുടിച്ചിക്കണ? ഒന്നും കുടിച്ചിട്ട് ചിലോനോട് പോയേക്കാണ്ട് ഇരുന്നല്ലേ ജി. ഇതിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കല് ഉമ്മാക്കും കൂടി ബേജാറാണ്. ഉമ്മ അന്നെ ഇതുവരെ ഒരു മരോളായിട്ട് കണ്ടിട്ടില്ല, സ്വന്തം മകളായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇമ്മാന്റെയൊക്കെ എന്തെങ്കിലും അനക്ക് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇമ്മാനോട് ശരിക്ക്. ഇമ്മങ്ങൾക്ക് അറിയോ ഇക്ക കുട്ടികളോട് അടക്കം മുണ്ടിട്ട് എത്ര ദിവസമായിന്നറിയോ? ഐറ്റങ്ങൾ ഇങ്ങനെ ചോദിക്കണ്ട്, എന്താ അമ്മ ഇപ്പച്ചി മുണ്ടാത്ത്, ഇപ്പച്ചി ഒരു മുട്ടായി പോലും കൊടുന്നേരുന്നില്ലല്ലോ എന്നൊക്കെ. എന്ത് മറുപടി അമ്മ ഞാൻ കൊടുക്ക? ഇന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് വന്നിക്കുന്നുണ്ടെങ്കില് അത് തിരുത്താനും ഞാൻ തയ്യാറാണ്. പക്ഷെ അതൊന്നുമല്ല കാര്യം. ഞാൻ എത്ര വട്ടം ചോദിച്ചതാന്നറിയോ? ഇപ്പൊ നിങ്ങളോടന്നെ പറഞ്ഞില്ലേ കടയത്തെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ്. വെറുതെ ഉമ്മ. ഇതിനു മുമ്പ് കടയും പിന്നെ വേറെ വണ്ടി കച്ചവടമൊക്കെ ഉണ്ടായിരുന്നതല്ലേ.
അന്നില്ലാത്തൊരു പ്രശ്നം എന്താ ഇക്കാക്ക് ഇപ്പൊ വരുന്നത്? ഇനി എന്തിനാ അമ്മ ഞാൻ ഇവിടെ നിന്നിട്ട്? ഇക്കാക്ക് എന്നോട് തീരെ ഒരു ഇഷ്ടമില്ല. ഞാൻ നിക്കണത് പോലും ഇക്കാക്ക് ഇഷ്ടമില്ല അമ്മ. ഒക്കെ ശരിയാവും, ഉമ്മാന്റെ കുട്ടി ബേജാറാവില്ലേ. എന്താ ഓനക്ക് പറ്റിയിരിക്കുന്നുള്ളത് പഠിച്ചോൻ തന്നെ നമുക്ക് കാണിച്ചു തരും. എന്റെ കുട്ടീനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ആ ചിരിച്ച് കളിച്ചിരുന്ന ആ ദിവസങ്ങളൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ സങ്കടം വരികയാണ് ഉമ്മക്ക്. ഉമ്മാന്റെ മനസ്സിന്റെ ഉള്ളത്തെ വേദന എങ്ങനെ ഇങ്ങോട്ട് പറയാച്ചിട്ട് മുണ്ടാതെ നടക്കുകയാണ് ഞാൻ. എന്ത് വഴിയമ്മ ഉണ്ടാവുക? ഇക്കൊന്നും അറിയില്ല എന്താണ് ഇക്കാക്ക് പറ്റിയിരിക്കണെന്ന് പോലും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞൂടെ? അതും ചെയ്യുന്നില്ല. ഇത് എത്ര ദിവസമായി എന്നറിയുമ്പോ ഞാൻ നല്ലപോലെ മനസമാധാനത്തോടെ ഇരുന്നിട്ട് ഇന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയും. എന്റെ പെരേക്കും കൂടി പോവാതെ ഞാൻ ഇവിടെ നിക്കണത് എന്തുകൊണ്ടാ? ഇക്കാക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ചിലപ്പോ ഞാൻ പോണേന്ന് വിചാരിച്ചിട്ടാ. ഇക്കാക്ക് അതൊന്നുമല്ല പ്രശ്നം. ഞാൻ പോയാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല. കുട്ടിയോട് എന്താ പറയമ്മ? ഉമ്മാക്കും ഉണ്ട് സങ്കടമൊക്കെ. എന്ത് നല്ല രീതിയിൽ പോയിരുന്നതാണ്. എന്റെ ആ കുട്ടിയോളെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ സങ്കടം വരുന്നത്. അവന്റെ മാറ്റം കാണുമ്പോ ഉമ്മാക്ക് നല്ല പേടിയുണ്ട്. പടച്ചോൻ കാക്കട്ടെ എന്തായാലും. എന്റെ മനസ്സും കൂടി വിഷമിക്കണല്ലോ പടച്ചോന്. ജംഷിയാണല്ലോ. അല്ല ജംഷി പറയടി. ഒന്നല്ലടി, തിരക്കില്ലേന്ന്. എന്താ വിസയിച്ച്? അതെ, എന്നാ പോണ്? മാഷാ അള്ളാ, പോയി വാടി. എന്തായാലും കൊറേ ആയില്ലേ ഇപ്പൊ ഇവിടെ നാട്ടിലും ഗൾഫിലും ഒരു കുട്ടികളും കൂടി ഇല്ലല്ലോ. ഈ പോക്കിലെങ്കിലും ഒന്നും ഉണ്ടാവട്ടെ. ഇക്ക അത് കടയിൽ പോയിക്കണടി. ഏയ്, എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോവാം. അനക്ക് തോന്നണതാ പെണ്ണെ, ഞാൻ ഇവിടെ ഓരോരോ പണിയിൽ ചെയ്യുന്നതാ. ഇല്ലടി, പെരേക്ക് പോയിട്ട് ഇപ്പൊ കുറച്ചായി. അതെടി, എന്നോട് എങ്ങനെ ഞാൻ പറയാ? എന്റെ ഒരു കാര്യം ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നോടല്ലേ ഞാൻ പറിച്ചില്ലേ. ഇതിപ്പോ എന്നോട് പറയാതിരിക്കാനും വയ്യാത്തൊരവസ്ഥ. ഇക്കാക്ക് എന്താണ് അവിടെ ഒരു മാസത്തിന്റെ അടുത്തായിട്ടുണ്ടാവും. എനിക്ക് എന്നോട് സംസാരിക്കണമില്ല, ഒന്നുമില്ല. ഏത് സമയം മിണ്ടാതിരിക്കുക, പുറത്തന്നെ എപ്പോഴും. വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കേറണേ ഇല്ല. രാത്രി ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് കിടക്കും. നേരം വെക്കണേന് മുന്നേ നീറ്റ് പോവുകയും ചെയ്യും. ഞാനാണെങ്കിൽ ഫോണൊക്കെ അടിച്ചെടുക്കുക തന്നെ ചെയ്യൂല. എനിക്കറിയൂലടി എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയണ്ടേ. ഞാൻ കൊറേ ചോദിച്ച്. ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ പോലും കഴിക്കൂല. നിമ്മ ചോദിച്ചപ്പോ പറഞ്ഞു, എന്താ കടയത്തെ ഓരോരോ തിരക്കിന്റെ കാര്യം ആലോചിച്ചിട്ടാണ്, പൈസ ഇല്ലായിട്ടാണെന്നൊക്കെ. അതാണെന്നുണ്ടെങ്കിലെടി, ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്നല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങള്. വണ്ടിയുടെ ബിസിനസ് അടക്കം ഉണ്ടായിട്ട് ഇങ്ങനത്തെ തിരക്കും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പൊ മാത്രം എന്തെങ്ങനെ റിലേഷനോ കൂടിയോടുന്നോ അതൊന്നും ഉണ്ടാവില്ല. പോയിക്കോ. എടി അതൊക്കെ മോശല്ലേ, ഫോണൊക്കെ എടുത്ത് ചെക്ക് ചെയ്യാ പറയുമ്പോ. അങ്ങനൊന്നും ഉണ്ടാവില്ലേക്കാരം. പക്ഷെ ഈ ഇപ്പൊ പറയുമ്പോ ഒരു ചെറിയ ഡൗട്ട്. കാരണം ആ കുട്ടികളോടൊന്നും അങ്ങനെ സംസാരിക്കണമൊന്നുമില്ല. നോക്കണോ? ഒക്കെ മോശല്ലേ ചിട്ടാ. അത് ശരിയാണ് ഈ പറഞ്ഞത്. ഉണ്ടോന്ന് അറിയാം. ഇല്ലെങ്കിൽ പിന്നെ കടയത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെ ആവാൻ നമുക്ക് കരുതിയിരിക്കാലോ അല്ലെ. എന്തായാലും വേണ്ടി രണ്ടും കൽപ്പിച്ചെടുത്തോക്കാം. ഇക്ക വന്നിട്ടേ
കുളിക്കാണ്ടൊക്കെ കേറുന്ന സമയത്ത് ഒന്ന് നോക്കി നോക്കാം. വേറെന്താടി ഇങ്ങനൊക്കെ പോണു. ആ എന്നാ ഈ പോയിട്ട് വാടി. ആയിക്കോട്ടെ, എത്തിയിട്ട് മെസ്സേജ് അയക്കൊണ്ടു. ഞാൻ എന്തായാലും അറിയട്ടെ, എന്നിട്ടൊക്കെ പറയണ്ട്. ആടി ശരി എന്നാ. ജംഷി പറഞ്ഞ പോലെ ഫോൺ എടുത്ത് നോക്കി നോക്കല്ലേ ആണോ. നോക്കാം. ഓ വന്നു പണ്ടാറം, ഒന്ന് ചോദിച്ചങ്ങാണ്ട് കേറിക്കൂടെ എനിക്ക്. എനിക്കെന്തിനാ ഈ റൂമ് കയറുമ്പോ അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യം? അല്ല എന്നും ഇങ്ങനെ തന്നെയാണോ? ചോദിച്ചിട്ടാണോ ഞാൻ കേറല്? അല്ലല്ലോ. ഇപ്പൊ ഒരു പ്രത്യേകത, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ നിങ്ങക്ക് പ്രശ്നം? എന്ത് തെറ്റ് ഞാൻ അങ്ങോട്ട് ചെയ്തത്? എന്നോട് സംസാരിക്കാനേ സമയമില്ല. എന്തേ? എന്തുകൊണ്ട് നിങ്ങക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ലാത്തത്? അത് നിങ്ങൾ പറഞ്ഞേരി. ഒരു മാസം മുന്നേ വരെ ഇങ്ങനൊന്നും എഴുന്നില്ലല്ലോ. ഇപ്പോഴാണ് നിങ്ങളെ സ്വഭാവങ്ങളൊക്കെ മാറൽ തുടങ്ങിയത്. എന്ത് തെറ്റായിക്ക ഞാൻ ചെയ്തത്? ഞാൻ എന്തുണ്ടാക്കിയാലും നിങ്ങൾക്ക് അത് പറ്റൂല, കൊടുന്നെന്നാലും പറ്റൂല. എന്താണ് പ്രശ്നം? ഒന്ന് പറഞ്ഞു തരുമോ? ഞാനും എന്നോട് കൊറേ നേരായി പറയണ്, ജിന്റെ ക്ഷമയില് വെറുതെ പരീക്ഷിക്കണ്ട. എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, അത്ര തന്നെ. ഇജൊന്ന് ഇറങ്ങി പോവോ ഇവിടുന്ന്. ഓ ഇവിടെ ഇരിക്കണുണ്ടോ? അന്നോട് ആരാടിന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞത്? ഞാൻ വെറുതെ സമയം നോക്കാത്തതാ. പിന്നെ എന്തിനാടി ഇരുന്ന് ഇങ്ങനെ മൂങ്ങണ് ജി? കരയാൻ ഇപ്പൊ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. എപ്പൊ കരച്ചില് വരുന്ന അപ്പൊ കരയാലോ. അന്ന് ഞാനേ ചായ എന്തേലും എടുത്തേക്കാം. എനിക്ക് വേണ്ട എന്റെ ചായയും ചോറും. ജനാണ് തിന്നോ. നിങ്ങക്ക് ഇന്റെ ചായ കടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റോളവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവൂലെ നിങ്ങക്ക്? മറ്റോളോ? എന്താടി പറയണത്? ഞാൻ എന്താ പറയണെന്ന് നിങ്ങക്ക് മനസ്സിലായിട്ടില്ലേ? ആരാൻസീന? അതിന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ? നിങ്ങളെ ഫ്രണ്ടാണല്ലേ അൻസീന? അപ്പൊ ഈ ഫ്രണ്ട്സിനൊക്കെ വേണ്ടാത്ത രീതിയിലൊക്കെ മെസ്സേജ് അയക്കോ, കോൾ ചെയ്യോ? നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ ഫോണ് ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡിംഗ് ആവുന്നുള്ളത്? എന്നോട് ആരാടി ഇന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞത്? പിന്നെ ഞാൻ ആരെ ഫോണാ ഞാൻ എടുത്ത് നോക്കേണ്ടത്? 1.5 മാസമായിട്ട് ഇന്നോട് സംസാരിക്കണില്ല, സ്വന്തം കുട്ടികളോട് അടക്കം സംസാരിക്കണില്ല. ഐറ്റങ്ങൾ എന്നും എന്നോട് ചോദിക്കും, എന്താ അമ്മ ഇപ്പച്ചിക്ക്, ഇപ്പച്ചി എന്താ വരുമ്പോ ഒരു മുട്ടായുടെ പൊട്ട് പോലും കൊടുന്നു തരാത്ത? ഐറ്റങ്ങളോട് ഞാൻ എന്താ പറയേണ്ടത്? ഇപ്പാക്ക് വേറെ ഒരു ബന്ധം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇപ്പൊ വേറെ കല്യാണം കേൾക്കാൻ പോവുകയാണെന്നോ? പെറ്റ തള്ളനോട് ഞാൻ എന്താ പറയേണ്ടത്? മകൻക്ക് വേറെ ഒരുത്തിനായിട്ട് ബന്ധമുണ്ട് എന്ന് പറയണോ? ഇതെന്തിന് കെട്ടിയതാ? ഞാൻ ആരായിക്ക പറ? ഞാൻ വേലക്കാരത്തിയോ? ഇന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. പിന്നെ ഞാൻ ആരെ കാര്യത്തില ഞാൻ ഇടപെടേണ്ടത്? നിങ്ങളെ കാര്യത്തിൽ ഇടപെടണ്ട, പിന്നെ ആരെ കാര്യത്തിൽ ഇടപെടണ്ടത്? ഞാൻ ആർക്ക് വേണ്ടിട്ട് ഇവിടെ ജീവിക്കണത്?
നിങ്ങൾ ആട്ടും തുപ്പും സഹിച്ച് ഞാൻ ഇവിടെ നിക്കണ എന്തുകൊണ്ടാന്നറിയോ? ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ ഏക്കുന്നുള്ള അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിന്ന് പോന്നീന്നത്. ഈ എന്ത് കണ്ടിട്ടാ ഞാൻ ഇവിടെ നിക്കണ്? നിങ്ങൾക്ക് ഓളമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ നോക്കിക്കോളാം നിങ്ങളമ്മാനെ. ഞാൻ നിന്നോണ്ട് ഇവിടെ നിന്നുകാണ്ട് ഇങ്ങനത്തെ തെമ്മാടിത്തരം കാട്ടാൻ ഞാൻ സമ്മതിക്കൂല. ഇതേ എന്റെ പേരാണ്, ഈ വാണയ്ക്ക് ഇറങ്ങിപ്പോ. ആര് പറഞ്ഞു നിങ്ങളെ വീടാണെന്ന്? നിങ്ങളെ ഉമ്മാന്റെ പേരിലല്ലേ വീട് അല്ലേ? നിങ്ങൾക്കത് കിട്ടും, നിങ്ങൾക്ക് മറ്റോക്കും കൂടി. അതിന് വേണ്ടിട്ട് നിക്കാവൂലേ? ഓളിങ്ങനെ വന്നിക്കണ് ഇന്റെ കാര്യത്തിൽ ഇടപെടാന്. നാക്കിന് ഗതി പോലും ഇല്ലാത്തൊരു പേരേന്ന് വന്നിട്ടേ വലിയ വർത്താനം. ആ ഇക്ക ശരിയാണ്, ഞാൻ പാവപ്പെട്ട വീട്ടിലത്തെ തന്നെയാണ്. എന്നാലും പണ്ടും മുതലും തരാനൊന്നും എന്റെ പെരക്കാര് മടിച്ചിട്ടില്ല. അത് എങ്ങനായാലും എന്റെ പെരക്കാര് തന്നിക്കണ്. അതില്ലത് വീട്ടിൽ നാസാക്കിയിട്ട് ഓരോ ബിസിനസ്സിനാണ് കട തുടങ്ങാൻ. ആ കട വരെ എന്റെ പണ്ടായിട്ട് ഉണ്ടാക്കിയല്ലേ. ആ ഇന്ന് നിങ്ങക്ക് വേണ്ടല്ലേ? ആയിക്കോട്ടെ, എന്റെ കുട്ടികള് സ്കൂളിട്ട് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പോയിക്കോളാം ഇവിടുന്ന്. നിങ്ങളെ ഉമ്മാനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയും, നോക്കിക്കോ. എല്ലാരോടും പറയും, കുടുംബങ്ങളോടും എല്ലാരോടും പറയും, മാമന്മാരോടൊക്കെ. നിങ്ങൾ കണ്ടോളുണ്ട്. നിങ്ങൾ ഞാൻ ഒരിക്കലും നല്ലപോലെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. ആർക്കും വേണം എന്റെ സമ്മതം? വേണ്ട, ഇക്കറിയാലോ എന്റെ സമ്മതം നിങ്ങൾക്ക് വേണ്ടാന്നുള്ളത്. എന്താച്ചാ ഇക്കോളി നിങ്ങള്.